അൽ ജന്നത്തു തഹ്ത ദിലാലിൽ ഉമ്മഹാത്ത്. അഖ്ദാമുൽ ഉമ്മഹാത്ത് എന്നല്ല, തഹ്ത ദിലാലിൽ ഉമ്മഹാത്ത്. ഉമ്മമാരുടെ കാൽ കീഴിൽ സ്വർഗ്ഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫൽസംഹാ ഫഇന്നൽ ജന്നത തഹ്ത ഖദമൈഹാ. അങ്ങനെയാണ് ആ ഹദീസിന്റെ വചനം. എന്തല്ല, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അങ്ങനെ ഒരു ഹദീസില്ല, അതൊരു ആപ്തവാക്യമാണ്. ഹദീസിന്റെ വാക്യം അങ്ങനെയല്ല. ഹദീസ് വരുന്നത് അൽ ജന്നത്തു തഹ്ത ദിലാലിൽ ഉമ്മഹാത്ത്. ഉമ്മമാരുടെ തണലിന്റെ കീഴെയാണ് സ്വർഗ്ഗമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദുന്യാ മതാ വഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹാ. ഏറ്റവും നല്ല ഈ ലോകത്ത് സമ്പാദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താ? വീടാണോ, കാറാണോ, ഷോപ്പിംഗ് കോംപ്ലക്സ് ആണോ, ബിൽഡിംഗ് ആണോ, സ്ഥലമാണോ? എന്താ ഏറ്റവും വലിയ സമ്പാദ്യം എന്നറിയോ? അൽ മർഅതു സ്വാലിഹാ. അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല ഭാര്യയെ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് അല്ലാഹുവിൻ്റെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്വത്താണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ പെൺമക്കളെ, അവിടുത്തെ ഭാര്യമാർ നമുക്ക് മാതൃകയാണ്. ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിൻ്റെ റസൂലിന്റെ ഭാര്യയായ ജുവൈരി റളിയല്ലാഹു അൻഹാ, ഹബീബായ നബി തങ്ങൾ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ജുവൈരിയ ബീവി സുബ്ഹി നിസ്കരിച്ച ആ മുസല്ലയിൽ തന്നെ ഇരിക്കുകയാണ്. ബീവിയോട് ചോദിച്ചു, അമാ സിൽതി ഫീ മജ്ലിസികി അല്ലദീ കുൻതി അലൈഹി. അങ്ങനെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഒരേ ഒരു ഇരുത്തം. പുരുഷന്മാർക്ക് വലിയ കൂലുണ്ട്, രാവിലെ ജോലിക്കൊന്നും പോകാനൊന്നും ഇല്ലെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞ് സൂര്യോദയം വരെ ഇരുന്ന് സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞ് ഇഷ്റാഖിൻ്റെയോ ദുഹായുടെയോ 2 റക്അത്ത് നിസ്കരിച്ചാൽ നല്ലൊരു ഉംറ ചെയ്ത കൂലിയാണ്. ഉംറത്തിൻ താമ്മത്തിൻ താമ്മ, പരിപൂർണമായ ഉംറ ചെയ്ത കൂലി. പെണ്ണുങ്ങൾക്കും അങ്ങനെയാണ്. പക്ഷെ രാവിലെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണം, ഭർത്താവ് ജോലിക്ക് പോകാനുണ്ട്, ഇതൊക്കെ ഉണ്ട്. മുസല്ല വെച്ചിരുന്നാൽ പറ്റൂലേ? അവിടെ നിങ്ങൾ അവർക്ക് ഖിദ്മത്ത് ചെയ്യാനാണ് ഇതിൻ്റെ കൂലി. പക്ഷേ നിങ്ങൾക്ക് സമയമുണ്ട്, സൗകര്യമുണ്ട്, നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കുക. ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹ ഇരിക്കുമ്പോൾ പുണ്യനബി ചോദിച്ചു, അമാ സിൽതി ഫീ മജ്ലിസികി. ജുവൈരിയ, നിങ്ങൾ ഈ മജ്ലിസിൽ തന്നെ ഇരിക്കുകയാണോ, മുസല്ലയിൽ അല്ലദീ കുൻതി അലൈഹി? അവർ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, അതേ നബിയേ. ഫഇന്നി ഖുൽതു ബഅദക അർബഅ കലിമാത്തിൻ തഅദിലു ദാലിക കുല്ലഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയ ബീവി ഇങ്ങനെ ദീർഘമായി ഇരിക്കുന്ന ഇരുത്തം കണ്ടപ്പോൾ, ജുവൈരിയ, നിങ്ങളെപ്പോലെ ഞാൻ ഇരുന്നിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ഈ ഇരുത്തത്തോളം കൂലി കിട്ടുന്ന 4 വചനങ്ങൾ ഞാൻ വാക്കുകൾ ചൊല്ലുകയുണ്ടായി. തഅദിലു ദാലിക കുല്ലഹ്. നിങ്ങളിങ്ങനെ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും അതിനോടൊപ്പമെത്തുന്ന ഒരു കൂലി കിട്ടുന്ന കാര്യം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അദദ ഖൽഖിക് വറിദാ നഫ്സിക വസിനത അർശിക് വമിദാദ കലിമാതിക്. ഇത് ചൊല്ലിയാൽ സുബഹി കഴിഞ്ഞ് സൂര്യോദയം കഴിഞ്ഞ് ഇഷ്റാഖിൻ്റെയോ ളുഹായുടെയോ നിസ്കാരം വരെ ഇരിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഈ ദിക്ർ ഒരു തവണ ചൊല്ലിയാൽ അല്ലാഹു അതിന് തത്തുല്യമായ കൂലി തരുമെന്ന് ഇബാദത്തിലിരിക്കുന്ന തൻ്റെ ചെറുപ്പക്കാരിയായ ഭാര്യ ജുവൈരിയ റളിയല്ലാഹു അൻഹയോട് ഹബീബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക്. പരിശുദ്ധനായ റബ്ബേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. വബിഹംദിക്, നിന്നെ സ്തുതിക്കുകയാണ് റബ്ബേ. അദദ ഖൽഖിക്, നീ സൃഷ്ടിച്ച സൃഷ്ടികളുടെ എണ്ണം എത്രയോ, ഈ ഒരു ഗ്രൗണ്ടിലുള്ള മണൽത്തരികളുടെ എണ്ണം എത്രയാണ്? ഇൻയൂമറബിൾ. നമുക്കൊന്നും എണ്ണ തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഇമ്പോസിബിൾ തന്നെ പറയാം. ഈ ഗ്രൗണ്ടിലുള്ള മൺതരികൾ എടുക്കാൻ പറ്റുമോ? അടിയിലേക്ക് എത്ര ഉണ്ട്? റബ്ബേ, നിന്റെ സൃഷ്ടികളുടെ എണ്ണത്തിനനുസരിച്ച് നിനക്ക് സ്തുതിയാണ്. വറിദാ നഫ്സിക്, നിനക്ക് തൃപ്തി വരുന്നത് വരെ നിനക്ക് സ്തുതി റബ്ബേ. വസിനത അർശിക്, നിന്റെ അർശിന്റെ ഭാരത്തോളം നിനക്ക് സ്തുതിയാണ് റബ്ബേ. വമിദാദ കലിമാതിക്, നിൻ വചനങ്ങളെ രേഖപ്പെടുത്താൻ എത്ര മഷി വേണമോ ആ മഷിത്തുള്ളികളുടെ എണ്ണത്തിനനുസരിച്ച് നിനക്ക് സ്തുതിയാണ് എന്ന ഒരൊറ്റ ദിക്ർ
ജുവൈരിയ, നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തത്തോളം അതിന് കൂലിയുണ്ട് എന്ന് ജുവൈരിയ ബീവിയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ കിടന്നുറങ്ങാതെ ഇരുന്ന് ഇബാദത്തിലായും ദിക്റിലായും ഇരുന്നിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജുവൈരിയ ബീവിയോടായി പറയുന്നത്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അദദ ഖൽഖിക് വറിളാ നഫ്സിക് വസിനത അർശിക വമിദാദ കലിമാതിക്. ചൊല്ലി നോക്കൂ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അദദ ഖൽഖിക് വറിളാ നഫ്സിക് വസിനത അർശിക് വമിദാദ കലിമാതിക്. ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് റളിയല്ലാഹു അൻഹ രാത്രികാലങ്ങളിൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാല് തളർന്ന് വീഴുമ്പോൾ മഹദി റളിയല്ലാഹു അൻഹ തളരാതിരിക്കാൻ റൂമിൻ്റെ കുറുകയായി ഒരു കയറ് കെട്ടിവെച്ചിരുന്നുവെന്നും ആ കയറിൽ പിടിച്ചാണ് നിസ്കരിച്ചിരുന്നത്. തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഉന്മേഷമുള്ള സമയം നന്നായി നിസ്കരിച്ചോളൂ, തളർന്നു പോയാൽ നിങ്ങൾ ഉറങ്ങിക്കോളൂ എന്ന് നബി തങ്ങൾക്ക് പറയേണ്ടി വരത്തക്ക വിധം സൈനബ് റളിയല്ലാഹു അൻഹ എന്ന മഹദി ആരാധനയിൽ ഈ ഉമ്മത്തികൾക്ക് മാതൃക കാണിക്കുകയാണ്. റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. അതുകൊണ്ട് പെണ്ണുങ്ങൾ, ഉമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ, വിദ്യാർത്ഥിനികൾ ഈ ഉമ്മത്തിന്റെ സമൂഹത്തിന്റെ ഭാഗമാണ്. നമ്മൾ ആലോചിക്കുന്നുണ്ടോ, പുരുഷന്മാർ സ്ത്രീകൾക്കുടെ മേൽ അധികാരമുണ്ട് എന്ന് ഖുർആൻ പറയുന്ന ആയത്തിന്റെ ഒരു മറുവശമുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അതിനർത്ഥം എന്താണ്? പെണ്ണുങ്ങളുടെ കൈകാര്യകർത്തൃത്വം പുരുഷന്മാരുടെ, ഭർത്താവിന്റെ, പിതാവിന്റെ തോളിലാണ് അല്ലാഹു ഏൽപ്പിച്ചത്. അതിനർത്ഥം എന്താണെന്നറിയോ? എന്താ? ഒരു പെൺകുട്ടി രാജകുമാരിയെപ്പോലെ ജീവിക്കേണ്ടവളാണ്. അവളുടെ മുഴുവൻ എക്സ്പെൻസും അവളുടെ എല്ലാവിധ സെക്യൂരിറ്റി കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അവളെ രാജകുമാരിയെപ്പോലെ കൊണ്ടു നടക്കണം. നിങ്ങൾ അവൾക്ക് സേവനം ചെയ്യണം എന്നൊരു വശം ഇതേ ആയത്തിൻ്റെ ആശയത്തിലുണ്ട്. അവരങ്ങനെ അവരെ കൊണ്ടു നടക്കേണ്ടത്. നീ ജോലിക്ക് പോ, നീ പണിക്ക് പോ എന്ന് ഭാര്യയെ പറഞ്ഞേക്കാൻ ഭർത്താവിന് അവകാശമില്ലെന്നാണ്, ചെയ്യാൻ പാടില്ലെന്നാണ്. അങ്ങനത്തെ ഒരു ദുരിതം അനുഭവിക്കുന്ന ഘട്ടത്തിലെത്തിയാലൊഴികെ, അല്ലെങ്കിൽ അത് അവളുടെ ഇഷ്ടമാണ്. ഹലാലായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജോബ്, ഒരു സാധ്യതയുണ്ട്, അവൾ പൊയ്ക്കോട്ടെ, പഠിപ്പിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല, അധ്വാനിച്ചോട്ടെ, അവൾക്ക് വേണമെങ്കിൽ. പക്ഷെ ഭർത്താവിന് നിർബന്ധിക്കാൻ പാടുണ്ടോ? നിർബന്ധിക്കാൻ പാടില്ല. അവളുടെ ചെലവ് ഭർത്താവ് കൊടുക്കണമെന്നാൽ രാജകീയമായി പെൺമക്കളെ നിങ്ങൾ നോക്കണമെന്ന് അല്ലാഹു പറയുന്നതിൻ്റെ ഒരു മറുവശമാണത്. അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, അവർക്ക് വേണ്ടത് പുരുഷൻ നീ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ ആയത്താണത്. സുബ്ഹാനല്ലാഹ്. ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ, ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയെ പോലെ, ഉമ്മു സുലൈം ബീവിയെ പോലെ, ഉമ്മു സലമ ബീവിയെ പോലെ മഹദികളായ എത്രയോ മഹാഗോപുരങ്ങളിലെത്തിയ ഈ ഉമ്മത്തിന്റെ അഭിമാനം, യശസ്സ് ഉയർത്തിപ്പിടിച്ച പണ്ഡിതകളെ ഈ ഉമ്മത്തിന് അല്ലാഹു സമ്മാനിച്ചിട്ടില്ലേ?